ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വെള്ള അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മട്ടരി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു 1/4 കപ്പൊന്നും വേണ്ട കേട്ടോ. 1/4 കപ്പിൻ്റെ പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ കുറച്ചൊരു ടൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ട് മിക്സിയുടെ ഉള്ളത് മുഴുവൻ പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ ഒരുപാട് ലൂസായിട്ട് വേണ്ട, ഇത്രയും കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിതാ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1/2 കപ്പ് ചോറേ അരച്ചെടുത്തതുള്ളൂ. അപ്പോൾ ഇത്രയും ചോറിലേക്ക് ഇത്ര ഗോതമ്പ് പൊടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് നോക്കാം എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ആദ്യം തന്നെ ഒന്നിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായി വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു ചോറിൻ്റെ നനവിനുള്ളൂ. അതിൽ നമ്മളൊരു 1/4 കപ്പിൻ്റെ പകുതി വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത്രയും ഉള്ളൂ കേട്ടോ ചേർത്ത് കൊടുത്തിട്ട്. ഇനി കയ്യിൽ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നല്ലൊരു സ്മൂത്ത് ആയിട്ട് വരും. അങ്ങനെ ഒട്ടലൊന്നും ഉണ്ടാവില്ല. ചോറ് ചേർത്ത് കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒട്ടുന്ന പരുവത്തിലൊന്നും ആയിക്കിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് കണ്ടല്ലോ, ഇത് തൊടുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എൻ്റെ ഉരുളകളൊക്കെ പോലെ തന്നെ ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 7 ചപ്പാത്തിയൊക്കെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോറ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉരുളയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ കല്ലിൽ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നല്ല പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. പിന്നെ മുറിഞ്ഞു പോകുന്നില്ല, നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ പരത്തിയെടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ടിരിക്കണം കേട്ടോ. എന്നാലുള്ള ഒരു കറക്റ്റ് സമയത്ത് ചപ്പാത്തി പൊങ്ങി വരുള്ളൂ. ഇനി നമുക്കിത് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്താൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചപ്പാത്തി നന്നായിട്ട് തന്നെ പൊങ്ങി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്ക് ചപ്പാത്തി അല്ലാതെ നമുക്ക് ഒരു മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ചെറുതായിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റൗവിൽ നേരിട്ടിട്ട് കൊടുത്തിട്ടും ചുട്ടെടുത്താൽ നന്നായിട്ട് തന്നെ ചപ്പാത്തി വീർത്ത് വരും. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഞാൻ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും മടക്കിയെടുക്കാം കേട്ടോ. മുറിഞ്ഞു പോകുന്നില്ല. നല്ല ടവല് പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ റുമാലി റൊട്ടി പോലെയൊക്കെയുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ. ഇത് വളരെ തിന്നായിട്ട് കുഴഞ്ഞു പോകുന്ന, എന്നാൽ ഇത് മുറിച്ചെടുത്താലാണെങ്കിലോ ഉള്ളിലൊക്കെ നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.